മാർഗദീപമായിരിക്കട്ടെ. In this moment now I pray. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ക്രിസ്തുവിനെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. കർത്താവായ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ദാസിയെ ഗണത്തിൽ ചേർക്കുകയും പ്രസാദപരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച പിതാവേ നീ വിളിക്കുന്ന ഈശ്വരനെ യാത്രയാക്കണമേ. ഈ കുദാശ യോഗ്യതയോടെ വിരമം ചെയ്യുവാൻ നൽകിയതായ ഞങ്ങളെ ശക്തരാക്കണമേ. സ്വർഗ്ഗത്തിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കടലിൽ നിൽക്കുന്ന മൺവയുടെ പോലെ ദൈവമേ ഹൃദയം അങ്ങയെ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം പ്രവേശിക്കുക സാധ്യമല്ല. കാട്ടരുവി തേടി നടക്കുന്ന മൺവെടയെ പോലെ ദൈവമേ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ എന്റെ ആത്മാവെ നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ചുടരുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രവർത്തിക്കും. എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. പകൽ ദൈവത്തിന്റെ അനുഗ്രഹം വർഷിക്കും. രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. നീ ദൈവത്തിൽ അഭയം തേടുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവാൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് നല്ല ചെയ്ത കർത്താവേ, അങ്ങയുടെ നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസിയിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ നാം ഒരു സ്ഥലത്തിലൂടെ പാവക്കറകൾ കഴുകി ഈ ശുഭജന്മം പ്രാപിക്കട്ടെ. യേശുവിൽ ദ്രവ്യമായി തീരുന്ന ഈ ദാസി ഉദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികമായി വളരാനിടയാവട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസിയോട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഇതെപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതയാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ രക്ഷകനായി നീ സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും തന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എസ്തർ മുദ്രയിട്ടിരിക്കുന്നു. സൈന്യങ്ങൾ കർത്താവേ, എത്ര വിശിഷ്ടം നിന്നേകം നിന്റെ സന്നിധിയെ എല്ലാ സഹായങ്ങളും
യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഒരു പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സദൃശമായ മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്നും മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ല എന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ.
ആത്മീയങ്ങൾ നൽകി അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നഷ്ടപ്പെട്ടുപോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെറിപ്പോയവരെ വിളിച്ചു കൂട്ടുകയും ചെയ്യുന്ന കർത്താവെ, നിന്റെ സഭയിൽ പുരോഗതി ചെയ്യുവാൻ വിനീതനായി ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയെയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോഹന്നാനിലും മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകുവാൻ സ്ത്രീകന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവെ, ഈ കൂദാശയെ താഴ്ച ചെയ്യുവാൻ യോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥായി നയിക്കും. യുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് വരട്ടെ. സകലത്തിന്റെ നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വന്ന് ഈ ധൈര്യത്തിലെ ആവശ്യത്തിനെ ആശീർവദിക്കുമാറാവട്ടെ. ക്ഷയുടെ പീഡാനുഭവത്തിന്റെയും ഉയർപ്പിന്റെയും പ്രതീകമായ മാമോദീസായുടെ പരികർമ്മത്തിനായി ഈ ആരാധ്യമായ തൃത്വത്തിന്റെ നാമത്തിൽ ഈ തൈലം പൗത്രീകരിക്കപ്പെടട്ടെ.
ഈ തൈലം ഞങ്ങൾക്ക് ജീവന്റെ അടയാളമായി തീരട്ടെ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകരമായി ഈശോശിഹായിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന മാമോദീസ വഴി ഞങ്ങൾക്ക് പരിപൂർണമായ വിശുദ്ധിയും സുഖരാജ്യത്തിൽ അവിടുത്തെ പൗരോഹിത്യ പങ്കാളിത്തവും ലഭിക്കുമാറാവട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ പാപമോചകമായ മാമോദീസായിൽ നമുക്കെതിരെ അടയാളമാകുവാൻ ഈ തൈലം വിശുദ്ധമോളം കൊണ്ട് മുദ്രിതമാവുകയും വിശദീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വിസ്തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാമം സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായി മിശിഹാ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. മാമോദീസായിലൂടെ ദൈവമകളായി ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രാർത്ഥന നിരതരായിരുന്ന ശിഷ്യരിലെന്ന പോലെ ഈ ദാസിക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഇവിടെ ശക്തിയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ ഇവിടെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ അഭിവൃദ്ധിയാൽ പ്രയോജനമാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഐശ്വര്യകാലത്തങ്ങേശ്വരിക്കാതിരിക്കുവാനും വയസ്സുകളിൽ ആശ്രയം നയിക്കുവാനും ശക്തിയാവട്ടെ. ലോകത്തിലങ്ങയുടെ ജീവസാക്ഷിയായി ജീവിച്ച് അന്നശേഷം ഇത് സൗഭാഗ്യം നിർവഹിക്കുവാൻ ഇവിടെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ നയിക്കും. പരിശുദ്ധാത്മാവിനാൽ ഗുരുതയായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട വിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ നീരും നല്ലി പറയണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ ഞങ്ങളേക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു
ഇടയാക്കുവാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായി അദ്ദേഹം എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും സത്യയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിധാനം അങ്ങയുടെ ദാസിക്ക് നൽകുന്നതിന് ഇളകനായി നീ യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. മാമോദീസായുടെ കുറിയന്മവും മിശിഹായുടെ മോദീസയുടെ അംഗത്വവും ജീവനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായി ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ ദാസിയെ പൂർത്തിയാക്കണമേ. അഭാപിതാവെ നിന്നെ വിളിക്കുവാൻ പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെ ദാസിക്ക് നൽകണമേ. ഈ ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരമടയാളിയും സഭയുടെ വിശ്വദാസിയുമായി ജീവിക്കുവാൻ ഇവിടെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനങ്ങൾ നിറയട്ടെ. അങ്ങയുടെ കർമ്മഗ്രഹത്താൽ സമ്പന്നമായ ജീവിതം നയിക്കുവാൻ ഈ ദാസിക്ക് ഇടയാവട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ ദൈവത്വം പരിശുദ്ധാത്മാവിനും പുകഴ്ചയും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ദാസ സ്വീകരിച്ച ജീവിതദായകമായ അടയാളവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാപരമതയും പ്രാരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ ദാസിയെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ജീവനോളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ അവർക്ക് ഇടയാവുകയും ചെയ്യട്ടെ. മാമോദീസ വഴി ദൈവപ്രിയായിട്ടും നയിച്ചോളും ദൈവത്തെ പിതാവെ നമ്മളെ പ്രേക്ഷിക്കാം. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ വാഗ്ദാനം ഈ ദാസികൾ നിറവേറ്റി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഈ മകളെ മിശിഹായുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിന്റെ ഭാവത്താൽ സമ്പന്നയുമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്മരിക്കുന്നു. ഈ ദാസി സത്യത്തിലും ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും. മറിയത്തിന്റെയും യോസേഫിന്റെയും സ്ത്രീമാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും രോഗാമധ്യസ്ഥയായുടെയും മറ്റു സകല വിശുദ്ധരുടെയും മധ്യസ്ഥം ഈശുവിൻ്റെ കാരണം സഹായിക്കുമാറാവട്ടെ. ഈശുവിൻ്റെ നാമത്തിൻ്റെ കാരണബോധയായ വിശുദ്ധരുടെ ജീവിത മാതൃക അവർക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. മാമോദീസായുടെ ദൈവമക്കൾക്ക് അവരെയിരിക്കുന്ന ഇവർക്ക് ദൈവം വാഴ്ത്തപ്പെട്ടവരാവട്ടെ. തിരുസഭയുടെ വിശുദ്ധപുത്രിയായി ജീവിക്കുവാൻ അവിടുന്ന് ഇങ്ങനെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നീയെന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷണയും ആയി തീരട്ടെ. കണ്ടിട്ടില്ലാത്തതും ഭാവി കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ സൗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നവരെ ആപത്തുകൾ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകൾ വരവും നൽകി അവിടെ തന്നെ സ്മരിപ്പിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് മാതൃപ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുവാൻ ദൈവം തന്നെ യോഗ്യയാക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങൾ പങ്കുകൊണ്ട എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എപ്പോഴും
this baby, I had faith, and you gave new life. In this moment now I pray, and I vow to you this day, I dedicate this baby back to you. I dedicate myself to train and love them like you do. I will do my part. I will put your word into their heart. I dedicate this baby back to you. You have granted such a trust.